സംസാരിക്കില്ല, അവർക്ക് ചെവിടേക്കില്ല, പിന്നെ കാല് വയ്യ, പ്രകൃതിയോടുള്ള ഡാൻസ് കളിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പ്രഭുദേവയ്ക്കൊപ്പം ഡാൻസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാലോ, അതും ഒരു സിനിമയിൽ. ഇരു ചെവികൾക്കും കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത മലയാളിയായ ഒരു ചെറുപ്പക്കാരനാണ് ഈ ഭാഗ്യം ലഭിച്ചത് എന്ന് പറഞ്ഞാൽ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയല്ലേ. ഹലോ, ഇദ്ദേഹം, ഇതിന്റെ പേരെന്താ? റോഷൻ. റോഷന് സംസാരിക്കില്ല, അവർക്ക് ചെവിടേക്കില്ല, പിന്നെ കാല് വയ്യ. ഇങ്ങനെ ഒരാള് ഈ അടുത്ത ദിവസം തന്നെ പ്രകൃതിയോടുള്ള ഡാൻസ് കളിച്ചിട്ടുള്ള ആളാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഡാൻസ് ചെയ്യാന്നുള്ള എന്ന് ചിന്തിച്ചു നോക്കി. ആ അവസ്ഥയിൽ ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. പേഷ്യന്റിൽ ഷൈനിങ് സ്റ്റാർ അവാർഡൊക്കെ കിട്ടിയ ആളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ പൊക്കിക്കൊണ്ടുവരാം നമ്മുടെ നാട്ടിൽ. കാരണം എന്താ പറയുക, ഞാൻ ഇതുപോലത്തെ ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പറഞ്ഞ ആളാണ്. കാരണം സംസാരിക്കാൻ പറ്റില്ല, ഇവിടെ വരില്ല വെച്ചാൽ അവൻ ഇത്രയും പെർഫോം ചെയ്യുന്നു. പിന്നെ ആൻറ്റി പ്രൊഫഷണൽ ആൾക്കാർ, അവർക്ക് കാല് വയ്യെങ്കിലും എന്നേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഓടുന്നവരുണ്ടാവും, ചാടുന്നവരുണ്ടാവും, ഗെയിംസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ ബിഗ് ബോസ് ഏഷ്യത്തിൽ കേൾക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരിക. കാരണം മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ലൈഫിൽ. ഇവർക്കൊന്നും ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ട്, ഇവർ നമ്മുടെ അപ്പുറം ചെയ്യും. ഞാനിവരോട് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു മഠമുണ്ട്, അതായത് ഈ സംസാരിക്കുന്ന ഗഫിൻ്റെ പിള്ളേർ പഠിക്കുന്ന മഠം. അവിടെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കരാട്ടെ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റൈൽ കാണിച്ചു കൊടുത്താൽ പിറ്റേ ആഴ്ച അവർ ചെയ്യണ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്കൊരു ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്യും അവർ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, മറ്റ് നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റുള്ള ആൾക്കാരും നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് കൈ പിടിച്ച് കയറ്റാം. അപ്പോൾ നമുക്കും ഈ മോളുള്ള ആൾക്കാർ നമുക്ക് കൈ തരും. അതൊരു കർമ്മമാണ്, മനസ്സിലാക്കാം. പിന്നെ അങ്ങനെയുണ്ട്. ഇതിന് പ്രത്യേകിച്ച് മാഷന്മാർ അങ്ങനെയൊന്നും ഇല്ല അല്ലേ. എല്ലായിടത്തും ആൾ ചോദിക്കും, പറയും, ചെയ്യും. കേട്ടോ ലഭ്യ ഇതാ രക്ഷപ്പെടും കേട്ടോ, അതൊക്കെ രക്ഷപ്പെടും.